കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കുക. അതിൻ്റെ ചില ഭാഗങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. സകലം എന്ന് പറയുമ്പോൾ എല്ലാം, സകലത്തിലും എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും. അപ്പോൾ എല്ലാ കാര്യത്തിലും ദൈവമക്കൾ മാതൃകയുള്ളവരായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായി. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഒന്നാമത്തെ പ്രധാന ഭാഗം നാം ചിന്തിച്ചു, നമ്മുടെ നടപ്പിൽ നാം മാതൃകയായിരിക്കണം. നടപ്പിൽ മാതൃകയായിരിക്കണം. എങ്ങനെ നടക്കരുത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് വിരോധമായി നടക്കരുത്, ഇരുട്ടിൽ നടക്കരുത്, സുബോധമില്ലാത്തവരായി നടക്കരുത് എന്ന് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിനോട് ചേർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 37-ാം വാക്യം. നെബൂഖദ്നേസർ എന്ന ഞാൻ അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ദൈവത്തെ മനസ്സിലാക്കിയ, ദൈവികമായ ശക്തി തിരിച്ചറിഞ്ഞ നെബൂഖദ്നേസർ രാജാവ് താൻ ദൈവത്തെ മറന്ന് നിഗളിച്ചതിൻ്റെ ശിക്ഷയാണ് തനിക്ക് ലഭിച്ചതെന്ന് താൻ യഥാസ്ഥാനപ്പെട്ടപ്പോൾ തനിക്ക് ബോധ്യമായി. അപ്പോൾ ദൈവത്തെ മറന്ന് താൻ ജീവിച്ചതാണ് തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് മനസ്സിലായിട്ടാണ് താൻ പറയുന്നത്, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തൻ. നിഗളിച്ച് നടക്കാനിടയാകരുത്. നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് നിഗളം. നൂറ്റി-1-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഉന്നതഭാവവും നിഗളഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കയില്ല എന്ന് കാണുന്നുണ്ട്. ദൈവം സഹായിക്കയില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം അവിടെ പരാജയമാണ്. ഉന്നതഭാവവും നിഗളഹൃദയവും. ഹൃദയത്തിൽ നിഗളമുണ്ടെങ്കിൽ ദൈവികമായ ഒരു കരുതലും ഒരു സഹായവും ലഭിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ് നിഗളമെന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബ് 4:6 നമ്മൾ വായിക്കുമ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിഗളമുള്ള ഒരാൾക്ക് സാധ്യമല്ല. ദൈവത്തോടൊപ്പം ജീവിക്കാൻ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള ജീവിതം തുടരുവാൻ നിഗളം എന്നുള്ളത് തടസ്സമാണ്. അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 27-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവം നിഗളം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിഗളിച്ച് നടക്കാനിടയാകരുത്. ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് നാം അവകാശപ്പെട്ടാലും ദൈവം നമുക്ക് തരുന്നതാണ് എല്ലാ നന്മകളും. ദൈവത്തെ മറന്ന് ലഭിച്ച നന്മകളിൽ അഹങ്കരിച്ച് നിഗളിച്ച് ജീവിക്കുന്നവരെ ദൈവം താഴ്ത്തുമെന്നാണ് നാം വായിക്കുന്നത്. ദൈവം അവരെ സഹായിക്കുകയില്ല, ദൈവം അവരോട് എതിർക്കുന്നു, ദൈവം അവരെ താഴ്ത്തും എന്നൊക്കെയുള്ള പദങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നിഗളിച്ച് നടക്കാനിടയാകരുത്. ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല നിഗളമെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ഇവിടെ പറയുകയാണ്, ശേഷം മനുഷ്യരെ പോലെ നടക്കരുത്. അവൻ നിഗളിച്ച് നടക്കരുത്, മാത്രമല്ല
ശേഷം മനുഷ്യരെ പോലെ നടക്കരുത്. കൊരിന്ത്യ സഭയുടെ തകർച്ചയ്ക്ക് കാരണം ജഡീകന്മാരായ ആളുകളാണ്. അവർ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിൽ വന്നിട്ടും സഭയിൽ വന്നിട്ടും അവർക്ക് മാറ്റമില്ലാത്ത നിലയിൽ പഴയ സ്വഭാവത്തിൽ തുടരുകയാണ്. അവരെക്കുറിച്ച് 3:1 മുതൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവർ വളർച്ചയില്ലാത്തവരാണ്, അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്നില്ല, ഈർഷ്യയും പിണക്കവുമുള്ളവരാണ്, മാത്രമല്ല നിങ്ങൾ പക്ഷം പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശേഷം മനുഷ്യരെ പോലെ എന്ന് പറയുമ്പോൾ അവർ ജഡീകന്മാരായി ജഡത്തിന് താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ജഡത്തെ പ്രോത്സാഹിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ. അവരെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ നടക്കുകയാണ്, നിങ്ങൾക്ക് വളർച്ചയില്ല, ആത്മീയമായി വളരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങളുടെ ജഡമാണ് വളരുന്നത്, നിങ്ങളുടെ ശരീരം ഒരു നിലയിലും വളരുന്നില്ല. നിങ്ങളുടെ ശരീരം വളരുന്നുണ്ട്, പക്ഷേ ആത്മീയമായി നിങ്ങൾ വളരുന്നില്ല, ആത്മീയമായൊരു മാറ്റവും നിങ്ങൾക്കില്ല. മാത്രമല്ല ഭക്ഷിപ്പാൻ കഴിയാത്തവർ എന്ന് പറയുന്നു. ആത്മീയമായ ആഹാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ദൈവവചനം സ്വീകരിക്കുവാനോ ദൈവവചനം അംഗീകരിക്കുവാനോ ദൈവികമായ നിലയിൽ ജീവിക്കുവാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ ജഡപരമായി വളർന്നിട്ടുണ്ട്, പക്ഷേ ആത്മീയമായ നിലയിൽ ആത്മീയ മനുഷ്യൻ ശോഷിച്ചിരിക്കുകയാണ്. ആത്മീയ മനുഷ്യൻ ഒരു നിലയിലും വളരുന്നില്ല എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈർഷ്യയും പിണക്കവുമാണ്, പരാതികളാണ്. നിങ്ങൾക്കൊരു നിലയിലും ആത്മീയമായി സന്തോഷിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ആരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം പുലർത്താൻ കഴിയുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ, ലോകക്കാരെ പോലെ, ഒരു അവിശ്വാസിയെ പോലെ നിങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ പക്ഷം പിടിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ പക്ഷം പിടിക്കുന്നു. ആ പേരുകളൊക്കെ പറഞ്ഞാണ് അവിടെ എടുത്തു പറയുന്നത്. ഇന്ന ആളുടെ പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് നിങ്ങൾ താല്പര്യം പിടിക്കുകയാണ്. നമുക്കറിയാം സാധാരണയായിട്ട് ഈ എങ്ങനെയാണോ അത് സംഭവിക്കുന്നതെന്നറിയില്ല, ഒരു ഗ്രൂപ്പിലുള്ളവരെല്ലാം ഒന്നിക്കാൻ സാധ്യതയുണ്ട്. ഒരു അവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജഡീകനാണെങ്കിലും ഒരു പ്രാകൃതനാണെങ്കിലും അവർക്ക് പ്രത്യേകമായൊരു കൂട്ട് അങ്ങനെ ഉണ്ടാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ ശേഷം മനുഷ്യരെ പോലെ നടക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശേഷം മനുഷ്യരെ പോലെ ഒരിക്കലും നടക്കുവാനിടയാകരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രയോഗം പറയുന്നുണ്ട്, ജാതികൾ നടന്നതുപോലെ നടക്കരുത്. ജാതികൾ നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. എങ്ങനെയാണ് ജാതികൾ നടന്നത്? അവിടെ എടുത്തു പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ജാതികൾ എങ്ങനെയാണ് നടന്നത്. അവർ അന്ധബുദ്ധികളായി നടന്നു, അജ്ഞാനികളായി നടന്നു, ഹൃദയകാഠിന്യമുള്ളവരായി അവർ നടന്നു, ദൈവിക ജീവനിൽ നിന്ന് അകന്നാണ് അവർ നടന്നത്, മനം തഴമ്പിച്ചവരായി അവർ നടന്നു, മാത്രമല്ല അത്യാഗ്രഹികളായി അവർ നടന്നു, അശുദ്ധി പ്രവർത്തിക്കുന്നവരായി അവർ നടന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ജാതികൾ നടന്നതുപോലെ നടക്കരുത്. ദൈവവിരോധമായി നടക്കുന്ന ആളുകളെ ജാതികളെന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരെങ്ങനെ നടന്നു എന്നാണ് നാം കണ്ടതുപോലെ അന്ധബുദ്ധികളായി. അവർക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനത്തെ അവരുപയോഗിക്കാതെ മാനുഷികമായ ബുദ്ധി കൊണ്ട് അവർ നടക്കുകയാണ്. വളരെ കരുതലോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീകമായ കാര്യങ്ങളെ മാനുഷിക ബുദ്ധി കൊണ്ടല്ല നാം നിയന്ത്രിക്കേണ്ടത്. നമുക്ക് ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മീയമായി ദൈവാത്മാവിൽ നിറഞ്ഞും പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. അങ്ങനെ ബുദ്ധി കൊണ്ട് ധാരാളം കാര്യം ചെയ്യാൻ കഴിയും. അതൊന്നും ആത്മീകമായ നിലയിൽ ഒരു പ്രയോജനമുള്ളതല്ല. അതുകൊണ്ട് അവിടെ പറയുന്ന അജ്ഞാനികളായി, ദൈവിക ജ്ഞാനത്തെ ഉപയോഗിക്കാൻ കഴിയാതെ അജ്ഞാനികളായി നടന്നു എന്നാണ്. അവർക്ക് ബുദ്ധി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥമായ ബുദ്ധി, ജ്ഞാനമെന്ന് പറയുന്നത് യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവം നൽകുന്ന ജ്ഞാനം, ദൈവം നൽകുന്ന പരിജ്ഞാനം, അതുപയോഗിക്കാൻ കഴിയുന്നില്ല. വചനത്തെ ശരിയായ നിലയിൽ അറിയാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഒന്നും
അവരുടെ ജീവിതത്തിൽ ആത്മീയമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ നടക്കുക, ഹൃദയകാഠിന്യമുള്ളവരായി. എത്ര വട്ടം കേട്ടിട്ടും എന്തെല്ലാം കേട്ടിട്ടും ഒരു മാറ്റവുമില്ലാതെ പഴയ സ്ഥിതിയിൽ തുടരുകയാണ്. ഹൃദയകാഠിന്യം, ഒരു മാറ്റവുമില്ല, ഒരു മാനസാന്തരവുമില്ല, ഒരു കുറ്റബോധവുമില്ല. ദൈവവചനം കേട്ടിട്ടും ദൈവിക ആലോചന കേട്ടിട്ടും ഒരു കുറ്റബോധമില്ലാതെ അതവരുടെ ജീവിതത്തിൽ ബാധകമല്ല എന്ന നിലയിൽ ജീവിക്കുന്ന ആളുകൾ, അവർ ഹൃദയകാഠിന്യമുള്ളവരാണെന്ന് കാണുന്നുണ്ട്. ദൈവിക ജീവനിൽ നിന്ന് അകന്നു എന്നാണ് നാം കാണുന്നത്. ദൈവികമായ ജീവനിൽ നിന്ന് അകന്നു നടക്കുന്നവരെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവൻ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം നിത്യജീവൻ ദാനം നൽകിയിട്ടുണ്ട്. അവൻ നിത്യജീവൻ്റെ അവകാശിയാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള ജീവൻ, ഒരിക്കലും നശിക്കാത്ത ജീവൻ. ആ നിത്യമായ ജീവൻ അവന് ലഭിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചിന്തകളും അവൻ്റെ യാത്രയുമൊക്കെ ആ ജീവനിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം. അതാണ് ഒരാത്മീകൻ്റെ ലക്ഷണം. അവൻ്റെ യാത്ര എങ്ങോട്ടാണെന്നുള്ള ഒരു ബോധ്യം അവനുണ്ട്. ആത്മീയമായ നിലയിൽ അവന് ചിന്തിക്കുവാനായിട്ട് കഴിയും, ആത്മീയമായി പ്രവർത്തിക്കുവാൻ കഴിയും, ആത്മീയമായി വിവേചിക്കാൻ കഴിയും. ഇതൊന്നും കഴിയാതെ ദൈവിക ജീവനിൽ നിന്ന് അകന്ന് നടക്കുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല, മനം തഴമ്പിച്ചവരായി, യാതൊരു കുറ്റബോധവുമില്ലാത്തവരായിട്ട്, കഠിനഹൃദയരായിട്ട്, ഒരു മനസാക്ഷിയുമില്ലാതെ നടക്കുകയാണ്. അതാണ് ജാതികൾ നടക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് ആരോടും ഒരു അനുകമ്പയില്ല, അവർക്ക് ആരോടും ഒരു മനസാക്ഷിയില്ല, ആരെയും അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, അവർ അത്യാഗ്രഹികളായി നടന്നു. അവർക്ക് സ്വന്തം കാര്യമല്ല, മറ്റുള്ളവർക്ക് എന്തുണ്ടോ അതെനിക്ക് നേടിയെടുക്കണം. ആരെയും തളർത്തി കളഞ്ഞ് ആരെയും ഇല്ലാതാക്കി നേടാൻ ആഗ്രഹിക്കുന്നൊരാഗ്രഹമാണ് അത്യാഗ്രഹം. ഒരാൾ നേടുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരുത്തിനെ ഇല്ലാതാക്കിയല്ല അത് ചെയ്യേണ്ടത്. ഇവിടെ ജാതികൾ നടന്ന് അവരെ മറ്റുള്ളവരെ തകർത്ത് കളഞ്ഞുകൊണ്ട്, അവരെ ദുഷിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു മനോഭാവം. അശുദ്ധി പ്രവർത്തിക്കുന്നവരായി നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാതെ അശുദ്ധരായി ജീവിക്കുകയാണ്, അശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയാണ്. വിശുദ്ധമായ കാര്യത്തിന് യാതൊരു വിലയും കൊടുക്കാതെ അവർ അശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ജീവിതത്തിൽ വിശുദ്ധ ജീവിതം എന്നുള്ളതിന് ഒരു വിലയും കൊടുക്കാതെ അശുദ്ധമായി അവനവന് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണ് ജാതികൾ നടന്നതുപോലെ നടക്കരുത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കരുത്. അവിടെ നാം വായിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോൽ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? നമുക്കറിയാം, നാശത്തിലേക്ക് പോകുന്നവരാണ്. അവിടെ പറയുന്നുണ്ട്, നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, വയറിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ, ലജ്ജയായതിൽ മാനം തോന്നുന്നവർ, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നവർ, അവരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കരുത്. എന്താണ് ക്രൂശ്? നമുക്കറിയാം, നമ്മുടെ പാപപരിഹാരത്തിന്, നമ്മുടെ വീണ്ടെടുപ്പിന് നിദാനമായത് ക്രൂശ് മരണമാണ്. അപ്പോൾ ക്രൂശ് കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട്, രക്ഷയോട് ബന്ധപ്പെട്ട്, പാപപരിഹാരത്തോട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അപ്പോൾ ക്രൂശിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ അവർ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ. ക്രൂശിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ കർത്താവിനെ അംഗീകരിക്കാത്തവർ എന്നാണ്. ക്രൂശിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ ക്രൂശ് മരണം കൊണ്ടുണ്ടായ നേട്ടത്തെ അംഗീകരിക്കാത്തവർ എന്നാണ്. അങ്ങനെ നടക്കുന്ന ആളുകൾ ആരാണവർ? അവർ നാശത്തിലേക്ക് പോകുന്നവരാണ്. രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടു എന്ന തോന്നലിൽ മുമ്പോട്ട് പോകുന്നവർ. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് തോന്നുകയാണ് അവർ രക്ഷിക്കപ്പെട്ടത്, എന്നാൽ അവരുടെ ജീവിതത്തിൽ രക്ഷയുടേതായ ഒരു ഫലവുമില്ല. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവുമില്ല. ജീവിതത്തിലൊരു മാറ്റമില്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ എന്നുള്ളതിൽ ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ നടക്കുന്ന ആളുകൾ അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ്, അങ്ങനെ നടക്കാൻ പാടില്ല. നാശത്തിലേക്ക് പോകുന്നവരെ പോലെ നടക്കരുത്. ഒരു വിശ്വാസി അങ്ങനെ നടന്നാൽ എത്ര അപകടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദൈവവൈതൽ അങ്ങനെ നടക്കാൻ ഒരിക്കലും ഇടയാകരുത്.
ക്രൂശിൻ്റെ ശത്രുവായിട്ട് നടക്കാനിടയാകരുത്. മാത്രമല്ല അവർ വയറിന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് കാണുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വന്തം കാര്യം, സ്വന്തം വയറ്, എൻ്റെ കാര്യം, സ്വാർത്ഥരായി ജീവിക്കുക. അതാണ് ക്രൂശിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ. അവൻ്റെതായ കാര്യം മാത്രം, എൻ്റെ കാര്യം സാധിക്കുക, മറ്റുള്ളവരെങ്ങനെയായാലും ആയിക്കോട്ടെ. അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതം അന്യോന്യം കടപ്പെട്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. നമ്മൾ രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും കാരണമായിട്ടുണ്ട്, നമ്മളോട് സുവിശേഷം പറഞ്ഞവരുണ്ട്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് അന്യോന്യം കടപ്പെട്ടൊരു ജീവിതമാണ്. നമ്മുടെ ആത്മീക പ്രോത്സാഹനത്തിന്, പ്രാർത്ഥനയ്ക്ക്, കൂട്ടായ്മയ്ക്ക്, അതാണ് കൂട്ടായ്മ എന്ന വാക്ക് തന്നെ ഉള്ളത്, സഹായത്തിന് എല്ലാം വാസ്തവത്തിൽ നമുക്ക് ആത്മീയമായ നിലയിൽ ആവശ്യമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇല്ലാതെ അവനവന് ബോധിച്ചതുപോലെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളുകൾ. മാത്രമല്ല, ലജ്ജയായതിൽ മാനം തോന്നുന്നവരെന്ന് വായിക്കുന്നുണ്ട്. ലജ്ജയായതിൽ മാനം തോന്നുന്നു. ഒരു കാലത്ത് അയ്യേ എന്ന് പറഞ്ഞ്, നോ എന്ന് പറഞ്ഞ്, വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പല കാര്യങ്ങൾ, അതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിൽ സന്തോഷിക്കുന്ന ആളുകൾ എത്രയോ. ഇന്ന് ലോകത്തിലുള്ളത് മുഴുവൻ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന രീതി, ജീവിത രീതി എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാം. ആളുകളുടെ വസ്ത്രധാരണം, അവരുടെ പ്രകൃതം, നല്ല സുന്ദരന്മാരായ ആളുകളൊക്കെ വികൃതമായി താടി വെച്ച് മുടിയൊക്കെ വളർത്തി ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുകയാണ്. ലജ്ജയായതിൽ അതൊക്കെ കാണുമ്പം ഒരു കാലത്ത് അങ്ങനെ പലതും കണ്ടിട്ട് അയ്യേ ഇതെന്താണെന്ന് ചോദിച്ചൊരു കാലം. ഇപ്പോൾ അങ്ങനെയുള്ളതിലാണ് മനുഷ്യന് താല്പര്യം. നിറങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും യോഗ്യമല്ലാത്ത നിലയിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. അയ്യേ എന്ന് പറയുന്നതിൽ അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. മാത്രമല്ല അവിടെ പറയുന്നത് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുകയാണ്. ലൗകികമായതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അതാണ് പാപത്തിന് കാരണമായത്, അതാണ് പരാജയത്തിന് കാരണമായത്. അതിന്നും തുടരുകയാണ്. ഭൂമിയിലുള്ള ഭൗതികമായ താൽക്കാലികമായ മോഹങ്ങൾക്ക് പിന്നാലെ, ജഡികമായ സുഖങ്ങൾക്ക് പിന്നാലെ, വെറിക്കൂത്തുകൾക്കും മദ്യപാനത്തിനും പിന്നാലെ അങ്ങനെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ആളുകൾ. അങ്ങനെ നടക്കരുത് എന്ന് പറയുകയാണ്. അങ്ങനെ നടക്കരുത്. വളരെ കൃത്യമായ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വിശ്വാസി നടപ്പിൽ മാതൃകയായിരിക്കണം. ക്രൂശിൻ്റെ ശത്രുവായി ഒരിക്കലും നടക്കാനിടയാകരുത്. അടുത്ത ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 11-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രമം കെട്ട് നടക്കരുത്. ക്രമം കെട്ട് നടക്കരുത്. എന്താ ക്രമം കെട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ? ക്രമീകൃതമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രമീകൃതമല്ലാതെ അവനവന് ബോധിച്ചതുപോലെ, ഇഷ്ടമുള്ളതുപോലെ നടക്കുന്ന നടപ്പ്, ബോധിച്ചതുപോലെയുള്ള നടപ്പ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ക്രമം കെട്ട് നടക്കുക ക്രമീകൃതമായ ജീവിതമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുന്നൊരു ജീവിതമല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. നാം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ മാർഗരേഖ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എന്നാൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ എനിക്ക് ബോധിച്ചതുപോലെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതിന് മറ്റൊരു ഭാഗത്ത് അലസന്മാരായി, മടിയന്മാരായി, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. അലസന്മാരായി, മടിയന്മാരായി നടക്കുന്ന ഒരു ജീവിതം, ക്രമം കെട്ട് നടക്കുക. നമുക്കറിയാം, മടി എന്നുള്ളതിനെ സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. മടിയന്മാരായി എന്നുള്ളതിന് സദൃശവാക്യങ്ങൾ 26:16 മടിയൻ സ്വയം ജ്ഞാനി എന്ന് അവകാശപ്പെടുന്നുവെന്നാണ്. സ്വയം ജ്ഞാനി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ നടക്കുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പറയണം, അവർ മടിയന്മാരെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി അവർ മറ്റുള്ളതിന് താല്പര്യപ്പെടാതെ സ്വയജ്ഞാനി എന്ന് അവകാശപ്പെടുകയാണ്. സദൃശവാക്യങ്ങൾ തന്നെ 26:14 അവിടെ വായിക്കുന്ന കിടക്കയിൽ തിരിയുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കിടക്കയിൽ തിരിയുന്നു. 19:15 ഗാഠനിദ്രയിൽ വീഴുന്നു. കിടക്കയിൽ തിരിയുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്രയോജനവും ഇല്ല. അങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് കിടക്കുക, യാതൊന്നും ചെയ്യാനായിട്ട് അവന് താല്പര്യമില്ല.
മറ്റൊരു ഭാഗത്ത് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, മടിയൻ ചുഴിക്കുറ്റിയിൽ തിരിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയ കതകിൻ്റെ ആ കുറ്റി, കതക് പണ്ട് കാലങ്ങളിലൊക്കെ ഈ കഥകൾ അതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മുളയിൽ അതിൻ്റെ ഒരു ചിരട്ടയിലോ എന്തെങ്കിലും തടിയിലോ ആണ്. അത് തുറക്കുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. ആ കുഴിക്ക് അപ്പുറത്ത് മറ്റൊന്നും അതിനില്ല, അതിനകത്ത് കിടന്ന് കറങ്ങുകയാണ്. ഒരു മടിയനായവൻ അവൻ്റെ ചിന്തയ്ക്കുള്ളിൽ മാത്രം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ്റെ പ്രത്യേകത. അത് ഇടയാകരുത്, അത് ക്രമം കെട്ടുള്ളതാണെന്നാണ് പറയുന്നത്. മാത്രമല്ല അവൻ ഗാഢനിദ്രയിൽ ഉറക്കം മാത്രം. ലോകത്തെന്ത് നടക്കുന്നു എന്നുള്ളത് അവനൊരു ബോധവുമില്ല. ചുറ്റുപാടുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയണം. അതാണ് ഒരു ദൈവവൈതലിൻ്റെ പ്രത്യേകത. ഞാൻ ജീവിക്കുന്ന കാലഘട്ടം എന്താണ്? ഞാൻ ഈ കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. രോഗങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും പകർച്ചവ്യാധികളും യുദ്ധങ്ങളും അങ്ങനെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചുറ്റുപാടുകളിൽ കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നോഹയുടെ കാലം പോലെ വഷളത്വം പ്രവർത്തിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് ഒരു ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് അവൻ്റെ വിവേകം. ഇവിടെ പറയുകയാണ്, അവൻ ഗാഢനിദ്രയിൽ വീഴുന്നു, ഉറങ്ങിക്കിടക്കുകയാണ്. എന്ത് കണ്ടാലും മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. അത് അപകടമാണ്. മാത്രമല്ല 26:15 സദൃശവാക്യങ്ങൾ 26:15 മടിയൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പരിശ്രമവും അവൻ നടത്തുന്നില്ല, ഒന്നും അവന് നേടിയെടുക്കാൻ കഴിയുന്നില്ല. 12:27 സദൃശവാക്യങ്ങൾ 12:27 വേട്ടയാടി പിടിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. 13:4 കൊതിയനാണെന്ന് പറയുന്നുണ്ട്. വേട്ടയാടി പിടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ മുൻപിൽ എല്ലാം ഉണ്ട്, അവനെല്ലാം നേടിയെടുക്കാം, പക്ഷേ അവനതിന് മനസ്സില്ല. എന്തെങ്കിലും കിട്ടിയാൽ അവൻ ഭക്ഷിക്കും, അല്ലാതെ അതിന് പോയി ഭക്ഷിക്കാനുള്ള താല്പര്യം അവനില്ല. മാത്രമല്ല അവൻ കൊതിയനാണ്. അവന് സ്വന്തത്തിലല്ല മറ്റുള്ളവർ തിന്നുന്നത്, മറ്റുള്ളവർ ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ടിട്ട് അസൂയപ്പെട്ട് ജീവിക്കുകയാണ്. അവന് മതി വരുന്നില്ല, തൃപ്തനാകാൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. 15:19, 22:13, 20:4 സദൃശവാക്യങ്ങൾ 15:19, 22:13, 24. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ധാരാളം തടസ്സങ്ങളാണ് മടിയനോട് ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഒരു പഠനം തന്നെയുണ്ട് ഈ ക്രമം കെട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച്, മടിയനെ സംബന്ധിച്ച്. അത് നമുക്ക് ധാരാളം ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ക്രമം കെട്ട് നടക്കരുത്. ഇന്ന് നാം ചിന്തിക്കാനിടയായത്, ശേഷം മനുഷ്യരെ പോലെ നാം നടക്കരുത്, ജാതികൾ നടന്നതുപോലെ നാം നടക്കരുത്. മാത്രമല്ല ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കരുത്. മാത്രമല്ല ക്രമം കെട്ട് നടക്കരുത്. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് നാം മാതൃകയായിരിക്കണം. നമ്മുടെ നടപ്പിൽ നാം മാതൃകയായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ നടപ്പെന്ന് പറയുമ്പോൾ ജീവിതത്തെയാണ് കാണിക്കുന്നത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെ കരുതലോടെ ഈ ലോകത്തിൽ ഓരോ ചുവടുകളും മുമ്പോട്ട് വെച്ച് നടക്കുവാൻ എനിക്ക് ബാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. അപകടം നിറഞ്ഞൊരു ലോകമാണ്, കെണി വെച്ചിട്ടുണ്ട്. ദുഷ്ടൻ നമ്മെ വിഴുങ്ങുവാനായിട്ട് അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഭയത്തോടെ ഓർത്തുകൊണ്ട്, ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിച്ച് കർത്താവിൽ ആശ്രയിച്ച് നാം ജീവിക്കണം. നാം മാതൃകയായിട്ട് നടക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന നല്ല മാതൃകകളുണ്ട് ദൈവവചനത്തിൽ. ദൈവവചനം പരിശോധിക്കുമ്പോൾ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് വഴി ഇതിലെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി, കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി നമ്മോട് കൂടെ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവവചനമുണ്ട്. അതനുസരിച്ച് ദൈവശബ്ദം കേട്ടുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെന്ന് കർത്താവിനോട് പ്രാപിച്ചുകൊണ്ട് നടക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് നടന്ന് അടുക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നടപ്പ് അപകടമാണ്, പരാജയമാണ്. അതുകൊണ്ട് നടപ്പിൽ നാം മാതൃകയുള്ളവരാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.